പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. തമ്പുരാൻ്റെ മുന്നിൽ പോയി ബലിയർപ്പിക്കാനുള്ള ആരോഗ്യവും ഭാഗ്യവും അവസരവും ദൈവം തന്നു. ബലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വൃദ്ധനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ 2 സംഭവങ്ങളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. ഞാനും ആ മനുഷ്യൻ, അതായത് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞുതരാം. അദ്ദേഹം നമ്മുടെ ബ്രദർ മാവുരീസാണ്. ഞാനും അദ്ദേഹവും കൂടി ഇരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം 2 കാര്യം എന്നെ പറഞ്ഞു പിടിപ്പിച്ചു. ഒന്ന്, ആ കോളനി പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ആ വെള്ളം പോകാനായിട്ടുള്ള വഴിയൊന്നുമില്ല. അതിന് വേണ്ടി കൗൺസിലറെ വിളിച്ചൊരു മീറ്റിംഗ് കൂടിയിട്ട് ആ മീറ്റിങ്ങിൽ വെള്ളം പോകുന്നില്ല, അതുകൊണ്ട് എത്രയും വേഗം കോർപ്പറേഷൻ്റെ ആളെ വിട്ടത് ചെയ്യിക്കണമെന്ന് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സംസാരം കഴിഞ്ഞപ്പോൾ ബ്രദർ മാവൂരിസ് ഇങ്ങനെ പറഞ്ഞു, അതിനെന്തിനാ കോർപ്പറേഷനിൽ നിന്ന് ആൾ വരുന്നേ? നമ്മുടെ കോളനിയല്ലേ? അല്ല, ഈ വെള്ളം ഇത്രയും കെട്ടിക്കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാനയിലേക്ക് വെള്ളം വീഴാതെ ഒഴുകാത്തതാണ് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാനുള്ള കാരണം. അതുകൊണ്ട് ആദ്യത്തെ മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഓരോ ചുള്ളിക്കമ്പുമായിട്ട് ഇറങ്ങിയിട്ട് ഈ കാനയിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങളൊന്ന് തോണ്ടി മാറ്റിയാൽ മതി. എത്ര മനോഹരമാണ്! തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ നന്മകൾ പ്രാവർത്തികമാക്കുമ്പോൾ ഒരു ചെറിയ കാര്യം, ഒരു 2-3 പേർ ഓരോ കമ്പും കൊണ്ട് നടന്ന് ഈ കാനയിലേക്ക് വെള്ളം ചാടുന്ന സ്ഥലത്തെ തടസ്സങ്ങളൊന്ന് നീക്കിയാൽ ഉറപ്പായിട്ടും ആ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷമായി. നിസ്സാരമായിട്ട് ആ വെള്ളം വറ്റിക്കുവാനുള്ളൊരു എളുപ്പവഴി. നിങ്ങളും ഞാനും അത് ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു തടസ്സം കണ്ടാൽ അതൊന്ന് നീക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. ദയാഭായിയെ കാണാനായിട്ട് വടക്കേന്ത്യയിലേക്ക് പോയി. അവന് വനപ്രദേശത്ത് കാട്ടുജാതിക്കാരായ മനുഷ്യരുടെ കൂടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തൻ്റെ കുടിലിൽ നിന്ന് ദയാഭായി ഇറങ്ങി നടക്കുകയാണ്. പുറകെ ബ്രദർ മാവൂരിസും ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് മുന്നേ നടന്നു പോയ ദയാഭായിയുടെ പിന്നാലെ ഒരു പുലി നടന്നു പോകുന്നു. അവർ 2 പേരും ആ കാടിൻ്റെ അവകാശികളാണെന്നുള്ള ആ ചിന്തയോടെ പുലിയുടെ വഴിക്കും ദയാഭായിയുടെ വഴിക്കും പോയി. നമുക്കറിയാം, ചില വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യരെ കടിക്കാൻ വന്ന ചെന്ന അതിനെ ഫ്രാൻസിസ് അസീസി തടഞ്ഞിട്ട് അവൻ പിന്നെ മനുഷ്യനെ കടിച്ചിട്ടില്ല, അവൻ ആഹാരം കൊടുത്തു. അപ്പം ജീവജാലങ്ങളെ ഇണക്കാൻ മനുഷ്യന് കഴിയും. അപ്പം മാവൂരിസ് ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരുടെ പിന്നാലെ പുലി നടന്ന് ഒരു സൈഡിലേക്കാണ് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവജാലങ്ങളെ സ്നേഹിക്കുക. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പുലി പിടിക്കാതെ ജീവിക്കുന്നത്? എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നന്മ ചെയ്തുകൊണ്ടാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയിലെ ഒരു ജീവജാലവും നമ്മളെ ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ നന്മ ചെയ്ത് കടന്നു പോകുമ്പോൾ നമ്മളിൽ ജീവിക്കുന്ന ദൈവത്തെ ആ ജീവജാലങ്ങൾ കാണും. ദൈവത്തെ പിടിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനി, നീ നടന്നു പോകുന്ന വഴി അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. മറ്റുള്ളവർക്ക് നിന്നാൽ കഴിയുന്ന നന്മ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ അത്ഭുതം പോലെ നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ എല്ലാവിധ നന്മകളും കഴിയുന്ന തരത്തിൽ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.